ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ തിരക്കിനിടയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 2 കറികളാണ് ഇന്ന് പറയുന്നത്. കിഴങ്ങുലർത്തിയതും ക്യാബേജ് ക്യാരറ്റ് തോരനുമാണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുവാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്താണ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് കിഴങ്ങിനായിട്ടുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള മസാലകൾ എടുത്ത് വയ്ക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുവാണേ. അപ്പോൾ നമ്മൾ പൊടി ഇടുന്ന സമയത്ത് ഒരുപാട് മൂത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് വെള്ളത്തിൽ യോജിപ്പിക്കുന്നത്. നമ്മുടെ കിഴങ്ങൊരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് കടുക് വറുത്തിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി അതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് കിഴങ്ങിന് വെന്ത വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് കിഴങ്ങ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കിഴങ്ങുലർത്ത റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മറ്റൊരു കറിയാണ് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കുന്നത്. അത് ചിലർക്ക് ക്യാബേജ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും, ക്യാരറ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തോരൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും ചോപ്പറിലിട്ടാണ് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി മുളക് ചേർത്ത് കൊടുക്കാൻ ഞാനിതിന് പകരമായിട്ട് കാന്താരി ഉണങ്ങി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരല്പം വേവുണ്ടാകും. ക്യാരറ്റിനൊക്കെ ഒരല്പം വേവുണ്ടാകും. അപ്പം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്.